നന്ദി. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്നയാൾ മരിച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമാധി എന്ന് വീട്ടുകാർ വിളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ അടക്കിയതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അല്ലെങ്കിൽ അക്കാര്യങ്ങളിലുള്ള എല്ലാം ഒരു വ്യക്തത വരുത്താനായാണ് ഇപ്പോൾ ഈ കല്ലറ തുറന്നുള്ള പരിശോധന നടക്കുന്നത്. കുടുംബം നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. അത് ഈ മൃതദേഹം ഈ പീഠത്തിന് മുകളിൽ ഇരിക്കുന്ന നിലയിൽ തന്നെയാണുള്ളത്. നെഞ്ചുവരെ ഭസ്മവും മറ്റ് പൂക്കളും അങ്ങനെയെല്ലാം മൂടിയ നിലയിലാണുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഈ മരണം സ്വാഭാവികമായി സംഭവിച്ചോ അതോ ഇവർ പറയുന്നത് പോലെ മരിച്ച ശേഷമാണോ ഈ സമാധിയിലേക്ക് കൊണ്ടുപോയത് അല്ലെങ്കിൽ ഈ കല്ലറയിൽ കൊണ്ടിരുത്തിയത് അതോ കല്ലറയിൽ ഇരുത്തിയ ശേഷമാണോ മരണം സംഭവിച്ചത്? ഇതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. ഡാൻ കുര്യൻ അവിടെ നിന്ന്. ഡാൻ, കൂടുതൽ എന്തെങ്കിലും അവിടെ നിന്ന് വിവരം കിട്ടുന്നുണ്ടോ? ശ്രീജ, ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതായത് അദ്ദേഹത്തിന്റെ ഗോപൻ സ്വാമി ഇരിക്കുന്ന നിലയിലാണ് ഈ മൃതദേഹം അവിടെ നിന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ചുറ്റും പൂജാവസ്തുക്കൾ, പൂജാദ്രവ്യങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ അതുൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെയുണ്ട്. അതുകൊണ്ട് മൃതദേഹം മൂടിയ നിലയിൽ തന്നെയായിരുന്നു. ഈ കാര്യങ്ങൾ കുടുംബം നേരത്തെ പോലീസിനെ അറിയിച്ചതാണ്. ഇങ്ങനെയാണ് സാഹചര്യം, മറ്റാരെയും കാണാൻ അനുവദിക്കാതിരുന്നത് അച്ഛൻ അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു പോലീസിന് അവർ ആദ്യം നൽകിയ മൊഴി. നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ ഈ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നതാണ് പോലീസിന് മുമ്പിൽ ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ ഒന്ന്, അദ്ദേഹം ഈ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് സമാധിയായത് തന്നെയോ എന്ന് ഉറപ്പിക്കുക. അതോടൊപ്പം അദ്ദേഹം രോഗിയായിരുന്ന അദ്ദേഹം അവിടേക്ക് സ്വയമേ നടന്നെത്തി എന്ന തരത്തിൽ ഇവർ പറയുന്ന മൊഴി വിശ്വസനീയമാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയതിനു ശേഷം, ജീവനോടെ അദ്ദേഹത്തെ ഇരുത്തിയതിനു ശേഷം അവിടെ ഇത് സമാധി പണിയുകയായിരുന്നു. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു ഒബ്സസ്ഡ് ഫെയ്ത്ത് ഒരു കുടുംബത്തെ കൊണ്ടുചെന്നെത്തിച്ച ഒരു സാഹചര്യം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഇത് വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. കാരണം അവരുടെ ഒരു തീവ്രമായ അന്ധമായ വിശ്വാസം അത് വലിയ തരത്തിലൊരു വിവാദത്തിന് വഴിമാറിയ സാഹചര്യം അത് അങ്ങനെ തന്നെയായിരിക്കാം. അത് ഇനി വാർത്തകളിൽ പോലീസിന്റെ റെക്കോർഡുകളിലൊക്കെ ഇടം പിടിക്കാൻ പോകുന്നത് അതിന് തന്നെയാണ് സാധ്യത. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പോലീസിനെ അറിയിച്ച പല വിചിത്രമായ വാദങ്ങളുണ്ടായിരുന്നു. അത് അത്ര കണ്ട് മുഖവിലക്കെടുക്കാൻ വിശ്വസനീയമായി പോലും തോന്നുന്ന തരത്തിലായിരുന്നില്ല കാര്യങ്ങൾ. പക്ഷേ അത് ഏറെക്കുറെ ശരിയാണ്. അവർ പറഞ്ഞ ആ മൊഴികളിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മറ്റ് വ്യാഖ്യാനങ്ങളൊന്നുമില്ല. അത് ഒരു കുടുംബത്തിന്റെ അന്ധമായ വിശ്വാസം, ആ വിശ്വാസം അവരെ സ്വന്തം അച്ഛനെ സമാധി ഇരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സമാധി ഇരുത്തുകയാണ് ചെയ്തത് എന്ന തരത്തിൽ, കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഈ ആധുനിക കാലത്ത് അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വരുമ്പോൾ അതും സാക്ഷരരെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ നിന്ന്, കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന്, തിരുവനന്തപുരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആറാലം മൂടുന്ന സ്ഥലത്ത് നിന്ന്, കൈലാസനാഥ ക്ഷേത്രത്തിന് തൊട്ട് സമീപത്ത് നിന്ന് അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ അത് ആദ്യം അത് കേട്ട് ചിരിച്ചിരുന്നവർ പിന്നീട് ഇതിൽ ആകാംക്ഷയോടെ ഈ കാര്യത്തെ നോക്കിക്കാണാൻ തുടങ്ങി. ഇതിൽ എന്താണ് വസ്തുതയെന്ന്. പിന്നീടാണ് ഇതിന്റെ ഗൗരവം പുറത്തേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ പോലീസിന് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമികമായ വിവരങ്ങൾ അനുസരിച്ച് ഈ കുടുംബം നൽകിയ മൊഴി, ഭാര്യയും മക്കളുമടക്കം പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത് അദ്ദേഹം ഇരിക്കുന്ന നിലയിലാണ് സമാധി ഇരുത്തുകയായിരുന്നു. സമാധി ഇരുന്നതിന് ശേഷം പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ മൂടിയാണ് ഈ സ്ഥലം അവർ മറവ് ചെയ്തത്. ഇതിനുവേണ്ടിയുള്ള കല്ലുകൾ മയിലാടിയിൽ നിന്ന്, കന്യാകുമാരിക്ക് അടുത്ത് നിന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചിരുന്നു. ആ കല്ലുകളൊക്കെ പോലീസിനെ അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇതിനു മുൻപ് ഈ വീടിന്റെ തൊഴുത്തിനോട് ചേർന്ന് തൊട്ടടുത്തായി മറ്റൊരു സ്ഥലവും സമാധി ഇരുത്തുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്താണ്, ഗോപൻ സ്വാമി തന്നെ തെരഞ്ഞെടുത്തതായിരുന്നു ഈ സ്ഥലം എന്നൊക്കെ ഈ മക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഈ വീടിന്റെ മറ്റൊരു വശത്തുണ്ട്. പക്ഷേ അവിടെ നിന്ന് മാറി അദ്ദേഹം എല്ലാ ദിവസവും ഇരുന്നിരുന്ന, ഈ ധ്യാനിക്കാനായി ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ സമാധി ഇരുത്തണം എന്ന് പറഞ്ഞിരുന്നു എന്ന് ആണ് കുടുംബം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. അത് ഈ സമാധി സ്ഥലത്ത് നിന്ന് പൂജാദ്രവ്യങ്ങളും പൂജാവസ്തുക്കളും ഉൾപ്പെടെ കണ്ടെത്തി
നടത്തിയിരിക്കുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം എവിടെ വെച്ച് നടത്തും എന്ന കാര്യത്തിലുള്ള അവ്യക്തതയാണ് ഇപ്പോഴും തുടരുന്നത്. ഡാൻ, ഇന്നിപ്പോൾ ഈ നടപടിയുമായി പോലീസ് നടപടിയുമായി എത്തിയപ്പോൾ കുടുംബം യാതൊരു എതിർപ്പും കൂടാതെ സഹകരിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ അവരെ ഇക്കാര്യം ഏതാണ്ട് ബോധ്യപ്പെടുത്തിയിരുന്നു. എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇന്നലെ വൈകുന്നേരത്തോടെ ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ചകളിൽ ആ കുടുംബം അവരോട് വളരെയധികം അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് വൈകുന്നേരം അറിയാൻ കഴിഞ്ഞത്. രാത്രിയോടെ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇതിന്റെ നിജസ്ഥിതി എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവർ ഈ കുടുംബം പറഞ്ഞിരുന്ന കാര്യം, ഈ നാട്ടുകാർക്ക് ഈ കുടുംബാംഗങ്ങളോട് ചില എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അവരോട് ചില വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യമാണ് ഇങ്ങനെയൊരു പരാതിയിലേക്കൊക്കെ നയിച്ചതെന്ന കാര്യമാണ്. അപ്പോൾ പോലീസ് അതിന് നൽകിയ ഉത്തരം, ഇങ്ങനെയൊരു വിവാദമേ ഉണ്ടാകത്തില്ലായിരുന്നു. നിങ്ങൾ ഒരു മരണ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസപ്രകാരം അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ അങ്ങനെ ഒരു മരണ സർട്ടിഫിക്കറ്റ് അംഗീകൃതമായ ഒരു ഡോക്ടറുടെ കൈവശത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാതെ പോയതാണ് ഈ വിവാദങ്ങൾക്കെല്ലാം അടിസ്ഥാനമായത്. അവിടെ വീഴ്ച സംഭവിച്ചത് നിങ്ങൾക്ക് തന്നെയാണ്. അവിടെ ഒരു മരണ സർട്ടിഫിക്കറ്റ് എങ്കിലും കൈവശപ്പെടുത്താതെ ഇങ്ങനെ സമാധി ഇരുത്തിയതാണ് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതുകൊണ്ടാണ് ഇത് തുറന്ന് പരിശോധിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങൾ, പക്ഷേ അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഔദ്യോഗികമായ നടപടിക്രമങ്ങളിലൂടെ. അതിനുവേണ്ടി മാത്രമാണ് തുറക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയൊന്നുമല്ല എന്നായിരുന്നു സബ് കളക്ടറും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവരോട് വ്യക്തമാക്കിയത്. അത് ആ കുടുംബം അംഗീകരിക്കുകയായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അംഗീകരിക്കുകയായിരുന്നുവെന്ന് വേണം പറയാൻ. കാരണം മറ്റ് പോംവഴികളില്ല. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നടക്കം മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യം വന്നതോടെ ഉയർന്നതോടെയാണ് കുടുംബം നിസ്സഹായരായത്. ആ ചോദ്യത്തിന് മുന്നിൽ അവർക്ക് ഉത്തരം മുട്ടി. അവിടെയാണ് പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് ഹൈക്കോടതി കൂടി എത്തുമ്പോൾ, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ എത്തുമ്പോൾ ഇനി ചെറുത്തുനിൽപ്പിന് സാധ്യതകളില്ല, പിന്തുണച്ചവർ ആരും കൂടെ കാണില്ല എന്നൊരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ടാകുകയായിരുന്നു. പിന്നീടാണ് പോലീസിന്റെ നടപടികളുമായി സഹകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ നമുക്കറിയാം, കുടുംബത്തിൽ അച്ഛൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരികമായ, അല്ലെങ്കിൽ ആ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായ പ്രതികരണങ്ങൾ അത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവരെ കരുതൽ തടങ്കലിൽ സമാനമായ തരത്തിൽ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ വീടിനുള്ളിലും വീടിന് പുറത്തുമൊക്കെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും നടപടിക്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളെ തടയുന്നതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വൈകാരികമായ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. ഈ കല്ലറയ്ക്ക് സമീപത്തേക്ക് ഈ ചിലരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് കുടുംബാംഗങ്ങളാണ്, ഒരുപക്ഷെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. ആരാണെന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അവരുടെ സമീപത്ത് ഈ നടപടികൾ നടക്കുന്ന സ്ഥലത്തിനടുത്ത് കസേരകളിൽ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഏതാനും നമുക്ക് അകലെ നിന്ന് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ എടുക്കാൻ കഴിയുന്നത്. അത് ആരാണ് എന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായി നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഈ സമാധി സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക സജ്ജമാക്കിയ സ്ഥലത്ത് പുരോഗമിക്കാൻ, അതിനുശേഷം മൃതദേഹം ആംബുലൻസിനുള്ളിലേക്ക് മാറ്റുമോ അതോ അവിടെ വെച്ച് തന്നെ ഈ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കുമോ, ആ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ അത്രമാത്രം അങ്ങ് ജീർണാവസ്ഥയിലല്ല എങ്കിൽ ഈ നടപടികൾ അവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത. എന്നിട്ട് ആന്തരിക അവയവങ്ങൾ ഒരുപക്ഷെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. ഡാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒബ്സസ്ഡ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചു മുൻപ് ഡോക്ടർ ഷേർലി വാസു പറഞ്ഞതുപോലെ ഒരു ഡെലൂഷന്റെ പുറത്തൊക്കെ ഈ കുടുംബാംഗങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് തോന്നും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസിന് വളരെ 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 കരുതൽ ആവശ്യമുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രദ്ധ ആവശ്യമുണ്ട്. ഈ ഒരു മുഴുവൻ പ്രശ്നം എടുത്താൽ പോലീസ് എത്രത്തോളം ശ്രദ്ധയോടെയും കരുതലോടെയുമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട രീതിയിൽ നാളെ എങ്ങനെയാണ് നെയ്യാറ്റിൻകരയിൽ പോലീസ് പെരുമാറിയത് എന്ന് എടുത്തു പറയേണ്ട രീതിയിൽ അങ്ങനെ തന്നെ പോലീസ് പെരുമാറിയിട്ടില്ലേ ഈ മുഴുവൻ സംഭവത്തിൽ? അവിടെ വളരെ, അതായത് ഒരുപക്ഷെ ഇതിന്റെ ആദ്യഘട്ടം മുതൽ പോലീസ് നേരിട്ട് ഒരു വെല്ലുവിളി അത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രാദേശികമായി ഉയർന്ന ചില പ്രശ്നങ്ങൾ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാതിരുന്നുകൂടി. അതായത് ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പാണ് ഈ കുടുംബം ഇപ്പോൾ ഇവർ ഈ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടെ ഞാൻ രാവിലെ സൂചിപ്പിച്ച പോലെ ഇതൊരു കണ്ടമായിരുന്നു. കണ്ടം നികത്തി, വയൽ നികത്തി അവർ ഈ ക്ഷേത്രം പണിയുന്നു, കൈലാസനാഥ ക്ഷേത്രം. അതിന് പ്രാദേശികമായ ഒരുപാട് സഹായങ്ങളൊക്കെ ഈ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി അവർക്ക് ലഭിച്ചിരുന്നു.
അങ്ങനെ സജീവമായി പൂജകളടക്കം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നു. നിർമ്മാല്യം തൊടാനൊക്കെയായി നിരവധി ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഈ പ്രദേശവാസിയെ ഒരാൾ ഓഫ് റെക്കോർഡിൽ എന്നോട് പറഞ്ഞത് ഈ 2 ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് 2 തവണ. അത് വലിയ തരത്തിൽ ജനകീയ പിന്തുണയോടെയാണ് ഈ 2 ഉത്സവങ്ങൾ നടന്നത്. പക്ഷേ ഈ 2 ഉത്സവങ്ങൾ നടന്ന് വലിയ തരത്തിൽ, അതായത് ഒരു സാമ്പത്തികമായ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഉത്സവങ്ങളിൽ ലഭിച്ച വരുമാനം എവിടെയെന്നൊരു ചോദ്യം ഉയർന്നു. അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അവിടെ കൃത്യമായി കണക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ പോയൊരു സാഹചര്യം വന്നു. അങ്ങനെ കണക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ പോയതോടെ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നു. പിന്നീട് ഈ ക്ഷേത്രം അത് നേരത്തെ എങ്ങനെയായിരുന്നോ അത് അവിടെ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടന്നിരുന്നത് അതിൽ വലിയ തരത്തിൽ ചില പിഴവുകൾ സംഭവിച്ചു, അവിടെ ചില പാളിച്ചകൾ സംഭവിച്ചു. അതിനുശേഷമാണ് പ്രാദേശികമായ ഒരു വികാരം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസികൾക്കടക്കം ഈ കുടുംബവുമായിട്ട് ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതോടൊപ്പം ചില വസ്തുതർക്കങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥലത്തിന് സമീപത്തുകൂടി ചില 2-3 സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളുമായി മാറുന്നതോടെ പൊതുവഴിയായി മാറുകയാണ് അവിടെ ഈ മറ്റ് പുരയിടത്തിലുള്ളവർക്ക് അവരുടെ വീടുകളിലേക്ക് എത്തുന്നതിന് വഴി ലഭിക്കാതെ പോകുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില തർക്കങ്ങൾ ഈ പ്രാദേശികമായി നിലനിന്നിരുന്നു. അവിടെ ഇത് ചില അടിസ്ഥാന പ്രശ്നങ്ങളാണ്. നമ്മൾ ഇത് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എതിർപ്പാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാനുണ്ടായ അടിസ്ഥാന കാരണം എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം ഇവരൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു നയിച്ചിരുന്നത്. അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനകത്തുണ്ട് എന്ന് മറുപടി പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചോ അദ്ദേഹത്തിന്റെ മറ്റ് ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചോ ഉള്ള വിവരങ്ങളൊന്നും ഈ കുടുംബാംഗങ്ങൾ മക്കളാരും ഈ ചോദ്യം ഉന്നയിച്ചിരുന്ന ഈ പ്രദേശവാസികളോടോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടോ ആരും പങ്കുവച്ചിരുന്നില്ല. പക്ഷേ ഒരു കാര്യം അവരൊക്കെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം നേരത്തെ മുതൽ തന്നെ സമാധി ഇരിക്കണമെന്ന് പലരോടായി അഭിപ്രായപ്പെടാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ചുമട്ടുതൊഴിലാളിയായി ജീവിതം തുടങ്ങിയ ആളാണ്. അതിനുശേഷം പിന്നീട് ഒരു ആത്മീയ വഴിയിലേക്ക് മാറുകയായിരുന്നു. ആ ആത്മീയ വഴിയിലേക്ക് മാറി ഒടുവിൽ ഈ ആറാലുമൂട് എന്ന സ്ഥലത്ത് കൈലാസനാഥ ക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രം പണിയുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. അത് അവരുടെ വിശ്വാസം, അവിടെ മറ്റൊരു ആളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ ഒന്നും ഉള്ള അധികാരം, അതിനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. ഈ വിശ്വാസം അന്ധവിശ്വാസത്തിന് വഴിമാറുന്നിടത്ത് മാത്രമാണ് അവിടെ വലിയ തരത്തിൽ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് വഴി തുറക്കുന്നത്. അങ്ങനെ ഒരു കാര്യമായിരിക്കാം ഇവിടെ സംഭവിക്കാൻ ഇടയുള്ളത്. ഒരുപക്ഷെ ഇത് പോലീസ് റെക്കോർഡുകളൊക്കെ രേഖപ്പെടുത്താൻ സാധ്യതയുള്ളതും അങ്ങനെ തന്നെയായിരിക്കും. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിൽ നരബലി നടന്നു. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ എന്ന വാർത്ത ആരും വിശ്വസിച്ചിരുന്നില്ല ഇത് നരബലിയാണെന്ന്. പക്ഷേ പോലീസ് അങ്ങനെ തന്നെ അത് കൃത്യമായി അവരുടെ റെക്കോർഡിൽ അങ്ങനെ തന്നെയാണ് എഴുതിയത്. നടന്നത് നരബലി തന്നെ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. കാരണം ഇങ്ങനെ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലാണ്, അഭ്യസ്തവിദ്യരായ ലക്ഷോപലക്ഷം ആളുകൾ ജീവിക്കുന്ന കേരളത്തിലാണ് വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നതാണ്. ഒരുപക്ഷെ അതായിരിക്കണം ഇനി ചർച്ച ചെയ്യേണ്ടത്. അത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഈ പോലീസ് ഈ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്താൻ പോകുന്ന ചോദ്യം അതായിരിക്കും. ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ഈ മൃതദേഹം സമാധിയായി തന്നെ ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ അവിടെ വീണ്ടും സംസ്കരിക്കുമോ? ഈ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. അതടക്കമുള്ള കാര്യങ്ങളിൽ വൈകാതെ തന്നെ നമുക്കൊരു വ്യക്തത കൈവരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് സംഘം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരുടെ കൈവശം ചില വസ്തുക്കളൊക്കെയുണ്ട്. അത് ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി